ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഈ സ്മൈലികൾ ഞാൻ ഇവിടെ ഇട്ടത് എന്ന്. തീർച്ചയായിട്ടും ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങളുടെ റിസൾട്ട് കിട്ടുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവുന്ന സ്മൈലി ഇതായിരിക്കും, ഞാൻ ഗ്യാരണ്ടി തരികയാണ്. കാരണം നിങ്ങൾ സ്ഥലത്തോടൊപ്പം ഇരുന്നു കൊണ്ട് ഓരോ വീഡിയോകളും കാണുന്ന ഒരാളാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്മൈലി തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ പ്രിയപ്പെട്ട മക്കളെ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം കുറച്ചൊരു വ്യത്യസ്തമാണ്. പല കുട്ടികളും വിചാരിക്കുന്ന ഒരു കാര്യമാണ് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്റർ അത്യാവശ്യം ഈസിയാണ്, അങ്ങനെ ഒരുപാട് പഠിക്കൊന്നും വേണ്ട. എന്നാൽ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ടഫ് ആയിട്ടുള്ള 4 മാർക്കിന്റെയും 5 മാർക്കിന്റെയും മാത്രം ക്വസ്റ്റ്യൻസ് ആണ്. അതിലേക്ക് ഞാൻ 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും കടന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ പ്രതീക്ഷിക്കണം എക്സാമിന് ഇതുപോലെ ചോദ്യങ്ങൾ വന്നാൽ എങ്ങനെ നമ്മൾ ആൻസർ ചെയ്യണം എന്നുള്ളത് ഞാൻ പതിയെ പറഞ്ഞു തരാം. സോ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും നിങ്ങൾ അയച്ചു കൊടുക്കുക. സോ ഞാൻ ഏറ്റവും ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ചില കുട്ടികൾക്ക് പരാതി ഉണ്ടാവും, ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻസ് കാണുന്നില്ല. ഇംഗ്ലീഷ് മീഡിയം മാത്തമാറ്റിക്സിൽ അങ്ങനെ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഒന്നും പറയേണ്ട ആവശ്യമില്ല. കുറച്ച് ടേംസ് ഉണ്ടാവും, അത് ഞാൻ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. ചോദ്യം ഇങ്ങനെയാണ്: 2/9, 3/9, 4/9, 5/9. ആ പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ? ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഇതിലെ ആദ്യത്തെ ടേമിനെ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻസർ ഷീറ്റിൽ എഴുതി വെക്കാം. ആദ്യത്തെ ടേമിനെ ഞാൻ 2/9 എന്നും, രണ്ടാമത്തെ ടേമിന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് 3/9 എന്നും, മൂന്നാമത്തെ ടേമിനെ ഞാൻ 4/9 എന്നും എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ കടന്നു പോവുകയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം x1ഉം x2ഉം x3ഉം കൂട്ടിയാൽ എത്ര എന്നാണ്. പക്ഷേ ഈ ചോദ്യമൊക്കെ കാണുന്ന സമയത്ത് തന്നെ ഒന്ന് പേടിക്കണം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും. സോ മക്കളെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. എപ്പോഴും ഇതുപോലത്തെ ഏത് ചോദ്യം വന്നാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ചോദ്യം നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി ഇത് തമ്മിലൊന്ന് കൂട്ടി നോക്കുക. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും 2ഉം 3ഉം 5, 5ഉം 4ഉം 9. അപ്പൊ അതിന്റെ ആൻസർ x1 പ്ലസ് x2 പ്ലസ് x3. ഡിനോമിനേറ്റർ എല്ലാം സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്ററുകൾ തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റും ബൈ 9 അല്ലെ? എല്ലാത്തിനും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഡിനോമിനേറ്റർ എഴുതിയാൽ മതി, അഥവാ ഛേദം. ഇതിന് ആൻസർ 9/9 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇത്ര എഴുതിയാൽ 1 മാർക്കാണ്. 4 ചോദ്യമാണുള്ളത്, 5 മാർക്ക് ഉണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: x4ഉം x5ഉം x6ഉം കൂട്ടിയാൽ എത്ര കിട്ടും? അപ്പൊ x4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം x3 എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഒന്നും കൂടിയ 4/9 ആണ്. അപ്പൊ x4 എന്ന് പറഞ്ഞാൽ 5/9, x5 എന്ന് പറഞ്ഞാൽ 6/9, x7 എന്ന് പറഞ്ഞാൽ 7/9 അല്ലെ? അപ്പൊ കൂട്ടി നോക്കിയാൽ നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. 5 മാറും 11, 11 7 18 18/9 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പൊ ഒരു പാറ്റേൺ കിട്ടി. ആദ്യത്തെ 3 ടേം ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടുന്നു, രണ്ടാമത്തെ 3 ടേം ആഡ് ചെയ്യുമ്പോൾ 2 കിട്ടുന്നു. അപ്പൊ മൂന്നാമത്തെ 3 ടേം ആഡ് ചെയ്യുമ്പോൾ 3 കിട്ടുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഏഴാണെങ്കിൽ 8, 8 9 എത്ര? 17, 17 10 27. 27/9 പറഞ്ഞാൽ എത്രടാ? 3 ആണ്. അപ്പൊ ഇതിന്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒരു 3 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടുന്നു, അടുത്ത 3 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 2, അടുത്ത 3 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 3. ആ ഒരു പാറ്റേണിലാണ് പോകുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ശ്രേണിയുടെ ആദ്യത്തെ 9 പദങ്ങളുടെ തുക എത്ര ആയിരിക്കും എന്നാണ് ചോദിച്ചത്. ആദ്യത്തെ 3 എണ്ണത്തിന്റെ 1 ആണ്, പിന്നേത്തെ 3 എണ്ണത്തിന്റെ 2 ആണ്, പിന്നേത്തെ 3 എണ്ണത്തിന്റെ 3 ആണ്. അപ്പൊ ഇത് 2 3 കൂടി കൂട്ടിയാൽ 6 ആണ്. 1 + 2 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ആണ് ആൻസർ വരിക. ഓക്കെ, മനസ്സിലാവാത്ത കുട്ടികളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി റിവൈസ് എടുത്ത് കേൾക്കുക കേട്ടോ. അപ്പോൾ ആദ്യത്തിൽ 3 എണ്ണം, പിന്നേത്തെ 3 എണ്ണമാണ് ചോദിച്ചത്. മൂന്നാമത്തിൽ ഇത് 3, ഈ 9 എണ്ണം കൂടി ആദ്യം മുതൽ 9 വരെ ഉള്ളത്. അപ്പൊ അതിന്റെ ആൻസർ ഈസി ആയിട്ട്, ആ ലോജിക് ആണ് ഇമ്പോർട്ടന്റ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്: ശ്രേണിയുടെ ആദ്യത്തെ 300 പദങ്ങളുടെ തുക എത്ര ആയിരിക്കും? സിമ്പിൾ ആണ്. ആദ്യത്തെ 300 ടേംസിനെ സം എന്ന് പറയുന്നത് നമുക്കറിയാം 3 ടേം എടുക്കുമ്പോൾ 1 ആണ് കിട്ടുന്നത്. അപ്പൊ 300ൽ എത്ര 3 ടേംസ് ഉണ്ടാവും? 100 എണ്ണം ഉണ്ടാവും. സോ നമുക്ക് എന്ത് ചെയ്യാം? 1 പ്ലസ് അല്ലെ 2 പ്ലസ് 3 പ്ലസ് എക്സെട്രാ പ്ലസ് എത്ര എഴുതിയാൽ മതി? 300 എഴുതണം, 100 എഴുതണം? 100 എണ്ണം മതി. കാരണം 3 ടേം എടുക്കുമ്പോൾ 1, അടുത്ത 3 ടേം എടുക്കുമ്പോൾ 2, അടുത്ത 3 ടേം എടുക്കുമ്പോൾ 3, അങ്ങനെ അടുത്ത 3 ടേം എടുക്കുമ്പോൾ 100, ലാസ്റ്റത്തെ ഇത് വരും 100 വരും. അതായത് 300, 3 ഇൻറ്റു ഇത്രയും ടേംസ് ആണ്. ഐ റിപ്പീറ്റ് അഗൈൻ, മനസ്സിലാവാത്ത ആളുകളുണ്ടെങ്കിൽ ആദ്യത്തെ 3 ടേമിന്റെ സമ്മ് 1 ആണ്, പിന്നേത്തെ 3 ടേമിന്റെ സമ്മ് 2 ആണ്, പിന്നേത്തെ 3 ടേംസിന്റെ സമ്മ് 3 ആണ് അല്ലെ? 1 2 3, അതായത് 9 എണ്ണം വരുമ്പോൾ 3. അപ്പൊ 300 എണ്ണം ഉണ്ടെങ്കിൽ 100 എണ്ണം ടേം ചെയ്താൽ മതി. സോ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ്. ഫസ്റ്റ് നാച്ചുറൽ നമ്പർ n × n + 1/2. ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ 100 × 101/2 ആണ്.
ഇത് നിങ്ങൾ ചെയ്ത 5050 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ചെയ്ത് നോക്കുക അല്ലേ. 55×101. യെസ്, സിമ്പിൾ അല്ലേ. അപ്പോൾ ഇതുപോലെ ചോദ്യങ്ങൾ കാണുമ്പോൾ പേടിക്കാമെങ്കിലും പക്ഷേ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാളത്തെ ലൈവിലാണ്. ഓക്കെ, നാളെ രാത്രി 7 മണിക്ക് അരിത്മെറ്റിക് സീക്വൻസും അതോടൊപ്പം തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററുമായിട്ട് ഞാൻ ലൈവ് വരുന്നുണ്ട്. എല്ലാവരും ക്ലാസ്സിൽ ഉണ്ടായിരിക്കണം. അടിച്ചു പൊളിച്ച 2 ചാപ്റ്റർ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, സോ മക്കളെ, രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് അവിടെ ലൈവിൽ കാണാൻ പറ്റും കേട്ടോ. വാട്ട് ഈസ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് ദ ടേംസ് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് 100, 109, 118 എക്സെട്ര? അതായത് ഒരു സമാന്തര ശ്രേണി, ഏതാണ് ശ്രേണി? 100, 109, 118 നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ 118 എക്സെട്ര ഇതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഓരോ ടൈമിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എത്രയാണ് ശിഷ്ടം അഥവാ റിമൈൻഡർ എന്നാണ് ചോദിച്ചത്. 100 പിന്നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക 99 വരും അല്ലെ. 9 ഒരു 9 9, സോ റിമൈൻഡർ 10, ഒരു 9 9. അപ്പൊ റിമൈൻഡർ ശിഷ്ടം 1 വരുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി 1ന്റെ ആൻസർ എന്താണ്? 1, ഒരു മാർക്കായി. അടുത്തൊരു ചോദ്യം, 9ന്റെ ഗുണിതങ്ങളായ 3 അക്ക സംഖ്യകളുടെ ശ്രേണി ഇതാ. 3 അക്ക സംഖ്യകൾ നമുക്കറിയാം. 9ന്റെ ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാൽ, അതായത് 9ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? 9, 18, 27 അതിൽ 3 ഡിജിറ്റ് വരുന്ന അല്ലെങ്കിൽ 3 അക്ക സംഖ്യ വരുന്ന ഏതാണ്? 99 ആണ് 2 അക്ക ലാസ്റ്റത്തത്. അത് കഴിഞ്ഞാൽ 108 ആണ് അല്ലെ. അപ്പോൾ ഏതായിരിക്കും നമ്പറുകൾ? 108. രണ്ടാമത്തെ ആൻസർ 108, 117 എക്സെട്ര. ലാസ്റ്റ് 999 വരും അല്ലേ. അതല്ലേ 9ന്റെ മൾട്ടിപ്പിൾസ് വരുന്നത്. റിമൈൻഡർ ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ കൃത്യമായിട്ട്. റിമൈൻഡർ 1 വരുന്ന 9ന്റെ മൾട്ടിപ്പിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം. പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. 9ന്റെ 3 അക്ക. അപ്പോൾ 999 ഈ ശ്രേണിയിലെ എത്രാമത്തെ പദമാണ്? അത് 999 എന്ന് പറയുന്നത് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ എത്രാമത്തെ ടേം ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ അതിന്റെ അർത്ഥം xn അഥവാ അവസാനത്തെ ടേം എത്രയാണ്? 999. അത് കാണാൻ വളരെ സിമ്പിൾ ആണ്. n കണ്ടുപിടിച്ചാൽ മതി. n കണ്ടുപിടിക്കാൻ ഒരുപാട് മെത്തേഡ് ഉണ്ട്. ലാസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ അല്ലേ, ഫസ്റ്റ് ടേം എത്ര? 108 ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇത് യൂസ് ചെയ്താൽ മതി. ഇനി അല്ല എങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷനാണ് dn പ്ലസ് f മൈനസ് d എന്ന് പറഞ്ഞാൽ എത്രയാണ്? 999 ലാസ്റ്റ് ടേം. ഇത് വെച്ചിട്ടും ചെയ്യാം. അപ്പൊ ആദ്യം ഞാനിത് കാണിച്ചാൽ 999 108 കുറച്ചാൽ എത്രടാ? 999 8 കുറച്ചാൽ 991 ആണ്. അപ്പോൾ 891/8 9. ഇപ്പോൾ 8 89 എത്ര? 9 9 81. അപ്പോൾ 8 81 9. അപ്പോൾ 99 പ്ലസ് 1 100ാമത്തെ ടേം ആണ്. 100ാമത്തെ ടേം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. x 100 = f പ്ലസ് 108 പ്ലസ് 99d 99 × 9. 99 × 9 എത്ര എന്ന് ചെയ്ത് നോക്കാം. അതിലേക്ക് 108 ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ഈ ഒരു ആൻസർ കിട്ടും. 99 × 9 891 ആണ്. 891ലേക്ക് 108 അങ്ങനെ ഈസി ആയിട്ട് കിട്ടും. ഇനി ഇത് വെക്കണമെങ്കിൽ ഇത് ചെയ്യാം. d എന്ന് പറഞ്ഞാൽ 9, n അറിയില്ല, പ്ലസ് f എന്ന് പറഞ്ഞാൽ 108, 108 9 കുറയ്ക്കാം = 999. അപ്പോൾ നിങ്ങൾക്ക് 9n പ്ലസ് 99 അല്ലേ = 999. അപ്പോൾ അത് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ n കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ 900/9 ദാറ്റ് ഈസ് 100 തൊട്ട് എങ്ങനെ ചെയ്താലും മതി. സെറ്റ് അല്ലേ മക്കളെ? അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുക. ഇത് കുറച്ചൊരു ലെവൽ കൂടിയ ക്വസ്റ്റ്യൻ, കുറച്ചൊരു ടഫ് അല്ല, ചെയ്യാൻ പറ്റുമോ നോക്കാം. മലയാളം കുട്ടിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 4 പദങ്ങളുടെ ടേം, ആദ്യത്തെ 4 പദങ്ങളുടെ തുക സം 72 ആണ്. ഓക്കെ, ഒരു സമാന്തര ശ്രേണി അഥവാ അരിത്മെറ്റിക് സീക്വൻസിന്റെ ആദ്യത്തെ 4 ടേംസിന്റെ സം എന്ന് പറഞ്ഞാൽ 72 ആണ്. 9 ടേംസ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. 9 ടേംസിന്റെ സം എന്ന് പറഞ്ഞാൽ 72 ആണ്. മക്കളെ ഒരു ഇത് 2 സെയിം ആണെന്നാ പറഞ്ഞത്. അങ്ങനെ 2 സെയിം ആണെങ്കിൽ ഉറപ്പായിട്ടും അതിൽ കുറച്ച് നെഗറ്റീവ് ടേംസ് ഉണ്ടാവും, പോസിറ്റീവ് ടേംസ് ഉണ്ട്. എന്നാലേ ക്യാൻസൽ ആയി പോകുള്ളൂ. കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഒരിക്കലും 2 ടേംസിന്റെ സം സെയിം ആവില്ല അല്ലേ. അപ്പോൾ ഇതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ n നമ്പേഴ്സിന്റെ സം 72 ആണ്. ഇവിടെ ഉള്ള നമ്പർ ഓഡ് നമ്പർ ആണെങ്കിൽ അവിടെ ഒരു ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സം ഈസ് ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഇക്വേഷനാണ്. അല്ലെങ്കിൽ മധ്യപദം മിഡിൽ ടേം ഈസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ n. ഇതൊരു ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. ഒരു സമാന്തര ശ്രേണിയുടെ ആകെ പദങ്ങളുടെ എണ്ണം ഓഡ് നമ്പർ ആണെങ്കിൽ അവിടെ ഒരു മധ്യപദം ഉണ്ടാവും, മിഡിൽ ടേം ഉണ്ടാവും. അത് കാണാൻ സം ഡിവൈഡഡ് ബൈ n ചെയ്താൽ മതി. അപ്പൊ മിഡിൽ ടേം ഏതാണെന്ന് കാണാൻ ഒരു പണിയില്ല. ഇപ്പോൾ 9 ടേം ഉണ്ടെങ്കിൽ 5ാമത്തെ ടേം ആ മിഡിൽ ടേം വരാം. അതായത് 5ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ 9 ടേം ആണെങ്കിൽ 9നോട് 1 കൂട്ടാം, അതിന്റെ പകുതി എടുക്കാം.
5 കിട്ടും. അപ്പൊ അതിന്റെ അർത്ഥം 5ാമത്തെ ടേം ആണ് മിഡിൽ ടേം. അതേ പരീക്ഷ ചോദിക്കുള്ളൂ. അപ്പോൾ ഓഡ് നമ്പേഴ്സ് തന്നിട്ട് ഒരു ചോദ്യം ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ അതിന്റെ മിഡിൽ ടേം പരീക്ഷ ചോദിച്ചിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ 5th ടേം ഓഫ് ദി സീക്വൻസ്? അങ്ങനെ ചോദിക്കുള്ളൂ ഒരു മാർക്ക്. അപ്പൊ നമുക്കതിൽ നിന്ന് 5th ടേം കാണാൻ ഒരു പണിയില്ല. ആ സമ്മിനെ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ടോട്ടൽ നമ്പർ എത്ര? 72ൽ എത്ര 9കൾ ഉണ്ട്? ദാറ്റ് ഈസ് ഈക്വൽ ടു 8. ഒന്നാമത്തെ ആൻസർ ആയി. അതൊരു ഇമ്പോർട്ടന്റ് ആണ്, അത് നിങ്ങൾക്ക് അറിയാം ചില ആളുകൾക്കൊക്കെ. അതായത് ഫൈൻഡ് ദ സം ഓഫ് ദി ഫസ്റ്റ് 5 ടേംസ്. ആദ്യത്തെ 5 ടേംസിന്റെ സമ്മ് കാണാൻ. ഈ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചിന്തിക്കുക. എപ്പോഴും ഈ ചോദ്യത്തിന്റെ കണക്റ്റഡ് ആയിട്ടായിരിക്കും ഈ ചോദ്യം ഉണ്ടാവും. അപ്പൊ ആദ്യത്തെ 5 ടേംസിന്റെ സമ്മ് കാണാൻ നമുക്കറിയാം. ആദ്യത്തെ 4 ടേംസിന്റെ സമ്മ് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്ര? 72. ആ ആദ്യത്തെ 4 ടേംസിന്റെ സമ്മിനോട് ഒരു ടേം കൂടി കൂട്ടിയാൽ, അതായത് 5ാമത്തെ ടേം കൂടി കൂട്ടിയാൽ ആദ്യത്തെ 5 ടേമിന്റെ സമ്മല്ലേ? 4 പദങ്ങളുണ്ട്. അതിനോട് 5ാമത്തെ പദം കൂടി കൂട്ടി എത്ര കിട്ടും? ആദ്യത്തെ 5 ടേമിന്റെ സമ്മ കിട്ടൂലേ? 4 പദങ്ങളുടെ തുക ഓൾറെഡി എത്രയാണ്? 72 ആണ്. അതിൽ 5ാമത്തെ ഓൾറെഡി കിട്ടി. 5ാമത്തെ ടേം എത്ര? 5ാമത്തെ ടേം എത്ര? 8 ആണ്. എത്ര കിട്ടും? 72 + 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 80 എന്ന് കിട്ടും. എപ്പോഴും ചോദ്യം കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ട്രൈ ദ സീക്വൻസ്. എങ്ങനെ ചെയ്യും? ഇതിൽ നിന്നും എങ്ങനെ ഇതിന്റെ സീക്വൻസ് എഴുതും? അതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ആയി ശ്രേണി ചെയ്താ. ഇപ്പൊ ആദ്യത്തെ 5 ടേംസിന്റെ സമ്മ് കിട്ടി. ഇതിൽ നിന്നും ആദ്യത്തെ 5 ടേംസിന്റെ സമ്മ് എത്ര? 80 ആണ് കിട്ടി. ആദ്യത്തെ 9 ടേംസിന്റെ സമ്മ് എത്ര നമുക്കറിയാം? 72 ആണെന്ന് അറിയാം. ഇത് ഉപയോഗിച്ച് നമ്മൾ ആദ്യത്തെ 5ാമത്തെ ടേം കിട്ടി. 5ാമത്തെ ടേം എത്രയാണ്? 8 ആണ്. ഇനി ഇത് ഉപയോഗിച്ച് ഏതെങ്കിലും ടേം കിട്ടുമോ? ആദ്യത്തെ 5 ടേമിന്റെ സമ്മ് 80 ആണെങ്കിൽ ഇവിടെ മിഡിൽ ടേം ഉണ്ടാവൂലേ? മിഡിൽ ടേം ഏതായിരിക്കും? അതിനോട് 1 കൂട്ടി 5നോട് 1 കൂട്ടി 6, 6ന്റെ പകുതി 3ാമത്തെ ടേം മിഡിൽ ടേം ആയിരിക്കും. അത് കണ്ടെത്താൻ തുക ബൈ എണ്ണം, സം ബൈ 80/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 20 അല്ലേ? 80ൽ എത്ര 5 ഉണ്ടടാ? 1 15 അല്ലേ? 15 അല്ല 16 എണ്ണം ഉണ്ടോ? ഓക്കെ, സെറ്റ് അല്ലേ? ഇപ്പൊ 2 ടേം കിട്ടി. അതൊക്കെ 2 ടേം എക്സ് 5 എത്ര? 8 x 3 16 അല്ലേ? 3ാമത്തെ ടേം 16 ആണ്. 5ാമത്തെ ടേം 8 ആണ്. അപ്പൊ മനസ്സിലായില്ലേ? കുറച്ച് കുറഞ്ഞ് വരികയാണെന്ന് മനസ്സിലായില്ലേ? ഇത് നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. കോമൺ ഡിഫറൻസ് ആണ് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ബൈ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. 3 - 5 ആണ്. അപ്പൊ എന്ത് കിട്ടി? 16 8 കുറച്ചാൽ 8 ആണ്. 8/-2 ദാറ്റ് ഈസ് ഈക്വൽ ടു -4 എന്ന് കിട്ടും. ഇതിന്റെ പൊതുവ്യത്യാസം അഥവാ എന്താ പറയാ, കോമൺ ഡിഫറൻസ് എന്നാൽ -4 ആണ്. നമുക്ക് 3ാമത്തെ ടേം അറിയാം അല്ലെ? 3ാമത്തെ ടേം എത്രടാ? 16 ആണ് അല്ലെ? 3ാമത്തെ ടേം 16 ആണ്. അപ്പൊ 2ാമത്തെ ടേം എത്രയ്ക്കും? 16. 3ന്ന് ഒരു കോമൺ ഡിഫറൻസ് കുറയ്ക്കാൻ വേണ്ടി 16 - -4 ദാറ്റ് ഈസ് ഈക്വൽ ടു 20. ഒരു കോമൺ ഡിഫറൻസ് കുറയ്ക്കുകയാണ് വേണ്ടത്. ഇവിടെ കോമൺ ഡിഫറൻസ് -4 ആണ്. ഓക്കെ, 16 - -14 ദാറ്റ് ഈസ് ഈക്വൽ ടു 20. അടുത്തത് x1 ആണെങ്കിൽ 20 - -4 ദാറ്റ് ഈസ് ഈക്വൽ ടു 24. അപ്പൊ നമുക്ക് മനസ്സിലായി ഏതാണ് ആ സീക്വൻസ്. യെസ്, സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം 24, സെക്കൻഡ് ടേം 20, തേർഡ് ടേം 16, അടുത്ത ടേം 12, അടുത്ത ടേം 8, അടുത്ത ടേം 4, 0 എക്സെട്ര ഇങ്ങനെ അങ്ങ് പോകും. ഓക്കെ, നോക്കി നോക്കൂ. ഇതിൽ 8ാമത്തെ എത്ര ഉണ്ടാവും? 1 2 3 4 5ാമത്തെ ടേം 8 അല്ലേ? ഇനി അല്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 3ാമത്തെ ടേമിൽ നിന്ന് 1ാമത്തെ ടേം കാണാം. 1ാമത്തെ ടേം ഈസ് ഈക്വൽ ടു 3ാമത്തെ ടേമിൽ നിന്ന് 2d കുറച്ചാൽ മതി. ദാറ്റ് ഈസ് 3ാമത്തെ ടേം എത്ര ഇടാം? 3ാമത്തെ ടേം 16 -2 × 4 ദാറ്റ് ഈസ് 16 + 8. ഇങ്ങനെയും ചെയ്യാം. എങ്ങനെ ചെയ്താലും സെയിം ആൻസർ. സോ ഇത്രയും ചോദ്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ആഗ്രഹിച്ചത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല മോഡലുകൾ നിങ്ങൾ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും വീഡിയോ ഫീഡ്ബാക്ക് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇനി കൂടുതൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് വേണ്ടത് എന്നും കൂടി നിങ്ങൾ അതിൽ അറിയിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നിങ്ങൾക്ക് 1-2 ഹോംവർക്ക് തരികയാണ്. ഈ ചോദ്യം നിങ്ങൾ ചെയ്യാൻ അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈവിലേക്ക് വരിക, അല്ലെങ്കിൽ ലൈവിൽ വരിക. കാരണം ലൈവിൽ നമ്മൾ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് 2-3 മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്കായിട്ട് തരികയാണ്. ഈ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മുടെ ലൈവുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് കേട്ടോ. സോ എല്ലാവരും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ വരാൻ പറയുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാത്തവരേക്കും